ബിരുദാനന്തര ബിരുദവും PhDയും പൂർത്തിയാക്കിയിട്ടും ഈ യോഗ്യതയൊന്നും ആവശ്യമില്ലാത്ത അറ്റൻഡർ ജോലിക്ക് അപേക്ഷിച്ച് പരീക്ഷ എഴുതി നിയമനം കാത്തിരിക്കുന്ന യുവതലമുറയാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. ഇന്ത്യയുടെ തൊഴിൽ മേഖലയുടെ പരിതാപകരമായ സ്ഥിതി തുറന്നു പറയുന്നതാണ് അണ്ടർ എംപ്ലോയ്മെന്റ് കണക്കുകൾ. കഴിഞ്ഞ സാമ്പത്തിക പാദത്തിൽ മാത്രം 8.4% വളർച്ച നേടിയ ഇന്ത്യക്ക് മുന്നിലെ വലിയ വെല്ലുവിളിയാണ് ഇവിടെ തൊഴിലില്ലാതെ ദുരിതാവസ്ഥയിൽ കഴിയുന്ന കോടിക്കണക്കിന് വരുന്ന യുവാക്കളുടെ എണ്ണം. ഏപ്രിൽ 19 മുതൽ 7 ഘട്ടങ്ങളിലായി നടക്കാനിരിക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ഇന്ത്യ തയ്യാറെടുക്കുമ്പോൾ യുവജനങ്ങളിലെ തൊഴിലില്ലായ്മ മോദി സർക്കാരിന് ഒരു വലിയ തലവേദന തന്നെയാണെന്ന് വേണം പറയാൻ. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ കരകയറ്റി ഏറെ മുന്നോട്ട് കൊണ്ടുപോയി എന്നതാണ് മോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സ്ഥിരം ഉന്നയിക്കുന്ന വാദം. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്തുന്നതിനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും റോഡ്, പാലങ്ങൾ കൂടാതെ മറ്റനേകം അടിസ്ഥാന സൗകര്യങ്ങളിലും സർക്കാർ ധാരാളം പണം ചെലവഴിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് പര്യാപ്തമല്ലായിരുന്നുവെന്നതാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തൊഴിലില്ലായ്മ ഇത്ര രൂക്ഷമാകാൻ കാരണമായി പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത് മോദി സർക്കാരിന്റെ ഭരണത്തെയും നയങ്ങളെയുമാണ്. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലെ തൊഴിൽ സാഹചര്യം സംബന്ധിച്ച റിപ്പോർട്ടിൽ കഴിഞ്ഞ 20 വർഷത്തിനിടെ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചത് കേരളം മാത്രമാണെന്നാണ് ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് സമർത്ഥിക്കുന്നത്. 2005-ൽ 20ാം സ്ഥാനത്തായിരുന്ന സംസ്ഥാനം 2012-ൽ 14ാം സ്ഥാനത്തേക്കും 2019-ൽ 7ാം സ്ഥാനത്തേക്കും 2022-ൽ 6ാം സ്ഥാനത്തേക്കും കുതിച്ചു. ദില്ലിയാണ് പട്ടികയിൽ എക്കാലവും 1ാം സ്ഥാനത്ത് തുടരുന്നത്. ഹിമാചൽ 2005 മുതൽ 2ാം സ്ഥാനവും നിലനിർത്തി. സാമ്പത്തിക മുന്നേറ്റത്തിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കരുത്താകുന്നത് പതിറ്റാണ്ടുകളായി സർവീസ് സെക്ടറിൽ രേഖപ്പെടുത്തിയ വലിയ മുന്നേറ്റമാണ്. ഇത് തന്നെയാണ് തൊഴിലവസരങ്ങൾ കുറയാൻ കാരണവും. മാനുഫാക്ചറിംഗ് മേഖല പോലെ സർവീസ് രംഗം കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുന്നില്ലെന്നതാണ് പ്രയാസമാകുന്നത്. കോളേജ് വിദ്യാഭ്യാസം നേടിയവരുടെ തൊഴിലില്ലായ്മയിൽ രാജ്യം വളരെയേറെ മുന്നിലാണ്. ഈ അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ ഡെവലപ്മെന്റും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ചേർന്ന് തയ്യാറാക്കി പുറത്തുവിട്ട ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് 2024-ലും ഇക്കാര്യങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണത്തിൽ 83% യുവാക്കളാണ്. 2000-ൽ SSLCക്ക് മേലെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നവരിലെ തൊഴിലില്ലായ്മ നിരക്ക് 35.2% ആയിരുന്നെങ്കിൽ 2002-ൽ ഇത് 65.7%. യുവാക്കളിലെ തൊഴിലില്ലായ്മയിൽ ആഗോള ശരാശരിയിലും മേലെയാണ് ഇന്ത്യയിലെ കണക്ക്. തൊഴിലില്ലായ്മ പ്രശ്നം കൂടുതലും നേരിടുന്നത് രാജ്യത്തെ സ്ത്രീകളാണെന്ന് വേണം പറയാൻ. രാജ്യത്തെ 40 വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീകളിൽ 76.7% പേർക്കും പുരുഷന്മാരിൽ 62.2% പേർക്കും തൊഴിലില്ല. രാജ്യത്ത് തൊഴിലെടുക്കുന്നവരിൽ 1/4 മാത്രമാണ് സ്ത്രീകളെന്നും റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്.